നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. സ്കൂൾ പ്രവേശനത്തിൽ റോഹിക്യൻ കുട്ടികളോട് വിവേചനം പാടില്ലെന്ന് സുപ്രീം കോടതി. റോഹിക്യൻ അഭയാർത്ഥികൾക്ക് പൊതുവിദ്യാലയങ്ങളിലും ആശുപത്രികളിലും പ്രവേശനം നൽകാൻ കേന്ദ്രത്തിനും ഡൽഹി സർക്കാരുകൾക്കും നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി അടുത്ത ആഴ്ച പരിഗണിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് റോഹിക്യൻ ഹ്യൂമൻ റൈറ്റ് ഇനിഷ്യേറ്റീവ് എന്ന NGO ആണ് കോടതിയെ സമീപിച്ചത്. റോഹിക്യൻ കുടുംബങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, ആരുടെ വീട്ടിലാണ് താമസം, അവരുടെ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രമാണ് കോടതിക്ക് അറിയേണ്ടതെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്തി, കോടീശ്വരൻ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. റോഹിക്യൻ അഭയാർത്ഥികൾക്ക് യുണൈറ്റഡ് നേഷൻ ഹൈക്കമ്മീഷൻ ഫോർ റെഫ്യൂജിയസ് കാർഡുകളാണ് NGOയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കോളിൻ ഗോൺസാൽവസ് ചൂണ്ടിക്കാട്ടിയത്. ഇതിന്റെ വിശദാംശങ്ങളുള്ള സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റോഹിക്യൻ കുടുംബങ്ങൾക്ക് ഈ കാർഡുകൾ ഉണ്ടെങ്കിൽ NGOയ്ക്ക് വിവരങ്ങൾ നൽകുന്നത് എളുപ്പമാകുമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. തുടർന്ന് കോടതിയിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഗോൺവാലൻ സമയം തേടി. 10 ദിവസത്തിനു ശേഷം കേസ് കൂടുതൽ വാദം കേൾക്കാനായി സുപ്രീം കോടതി മാറ്റിവെച്ചു. റോഹിക്യൻ അഭയാർത്ഥികൾ നഗരത്തിൽ എവിടെയാണ് താമസിക്കുന്നതെന്നും അവർക്ക് ലഭ്യമായ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നും കോടതിയെ അറിയിക്കാൻ സുപ്രീം കോടതി ജനുവരി 31 NGOയോട് ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹിയിലെ താമസ സ്ഥലങ്ങൾ സൂചിപ്പിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാനും ഗോൺസാൽവിനോട് ആവശ്യപ്പെട്ടു. ആധാർ കാർഡുകൾ ഇല്ലാത്തതിനാൽ റോഹിക്യൻ അഭയാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടതിനാൽ പൊതുവിദ്യാലയങ്ങളിലും ആശുപത്രികളിലും പ്രവേശനം നൽകണമെന്ന് NGO ആവശ്യപ്പെട്ടതായി ഗോൺസാൽവസ് പറഞ്ഞു. ഡൽഹിയിലെ ഷഹീൻബാഗ്, കാളിന്തി കുഞ്ച്, ബജൂരി കാസ് പ്രദേശങ്ങളിലാണ് ഇവർ താമസിക്കുന്നതെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു. ആധാർ കാർഡുകൾ പരിഗണിക്കാതെ തന്നെ എല്ലാ റോഹിക്യൻ കുട്ടികൾക്കും സൗജന്യ പ്രവേശനം നൽകാനും 10-12 ക്ലാസ്സിലെയും ബിരുദാനന്തര ബിരുദ പരീക്ഷകളിലെയും എല്ലാ പരീക്ഷകളിലും തിരിച്ചറിയൽ രേഖയുടെ നിർബന്ധമില്ലാതെ പങ്കെടുക്കാൻ അനുവദിക്കാനും അധികൃതർക്ക് നിർദ്ദേശം നൽകണമെന്നാണ് പൊതുതാൽപര്യ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സർക്കാർ ആശുപത്രികളിലെ സൗജന്യ ആരോഗ്യ സേവനങ്ങൾ, അന്ത്യോദയ അന്ന യോജന പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്ന സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ, ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ തുടങ്ങിയവ എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും പൗരത്വം പരിഗണിക്കാതെ ഉറപ്പാക്കണമെന്നും NGO ആവശ്യപ്പെട്ടു.